ശരണമയ്യപ്പ. ആ ഓം നമഃ ശിവായ. ധർമ്മോ രക്ഷതി രക്ഷിതഃ. ഇന്ന് നമ്മളിവിടെ സന്നിഹിതരായിരിക്കുന്നത് സുദർശനമഠം ഫൗണ്ടേഷൻ്റെ ദീപോജ്വല ചടങ്ങും അതുപോലെ തന്നെ ഭജന മണ്ഡലിയുടെ ഭജനോത്സവത്തിൻ്റെ ഉദ്ഘാടന കർമ്മവും ഇവിടെ നടക്കുകയാണ്. അപ്പോൾ അതിലേക്കായി മുൻ മിസോറാം ഗവർണറും പ്രമുഖ BJP നേതാവും BJP കേരള രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം ഹരേ രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. വിനീതമായി നമസ്കാരം. ഇവിടെ നടക്കുന്നത് ഒരു ഭജനോത്സവത്തിന്റെ ഉദ്ഘാടനമാണ്. യോഗം ആരംഭിച്ചത് മൗനപ്രാർത്ഥനയോടുകൂടിയാണ്. അത് പാടില്ല. കാരണം ഭജനോത്സവത്തിന്റെ ഉദ്ഘാടനം ഒരു നാമജപമെങ്കിലും ഇല്ലാതെ തുടങ്ങുന്നത് എങ്ങനെയാണ്? അതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. എന്നേക്കാളൊക്കെ നന്നായിട്ട് പാടാൻ അറിയാവുന്ന സ്റ്റാർ സിംഗർ ഇവിടെ ഇരിപ്പുണ്ട്. ഒരു കീർത്തനം ചൊല്ലണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം നമുക്കൊരു ഈശ്വരപാഠത്തിന് ചോദിക്കില്ല. ഇല്ല, ശരിയല്ലേ? അപ്പം നമ്മൾ ഏത് കാര്യം തുടങ്ങുമ്പോഴും ഒരു ഈശ്വര നാമസ്മരണ ആവശ്യമാണ്. അത് ചൊല്ലിക്കൊണ്ട് വേണം നമ്മൾ ആരംഭിക്കാൻ. പ്രത്യേകിച്ച് ഭജനോത്സവം ഉദ്ഘാടനം ചെയ്യുന്നിടത്ത് പോലും നമ്മളത് പാലിക്കണം. ആഹാരം കഴിക്കുന്നതിന് മുമ്പ് പോലും ഈശ്വരനാമസ്മരണ വേണം. കിടക്കുന്നതിന് മുമ്പ് ഒരു നാമജപം നടത്തിയാൽ എത്ര ഭംഗിയായി. കുളിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ഒരു വിളക്ക് കൊളുത്തി ഒരു ഫോട്ടോ, ചെറിയൊരു ഫോട്ടോയെങ്കിലും വെച്ച് അവിടെ അല്പസമയം ഒന്ന് നാമം ജപിച്ചാൽ. കാരണം ഭജനോത്സവം എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ യാന്ത്രികമായിട്ടുള്ള ആ ഒരു തിരക്കിനിടയിൽ എല്ലാം മറന്നു പോകുന്ന മക്കളാണെന്ന്, അല്ലെ? പ്രാർത്ഥന ചൊല്ലാൻ മറക്കും. അവർക്ക് പരീക്ഷ വരുമ്പോൾ മാത്രം പ്രാർത്ഥന കൂടുതലായിരിക്കും. അതുവരെ യാതൊരു പ്രാർത്ഥനയും ഉണ്ടാവില്ല. പരീക്ഷയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെസ്റ്റിനെ അഭിമുഖീകരിക്കുമ്പോൾ മാത്രമാണ് അവർക്ക് പ്രാർത്ഥന വേണം, അല്ലെങ്കിൽ ഈശ്വരനെ തൊഴുകണം എന്നുള്ള ആ ഒരു ചിന്ത മനസ്സിൽ വരുന്നത്. ചേട്ടൻ, അതുപോലെ തന്നെ പാലക്കാട് നഗരസഭ ചെയർപേഴ്സൺ ശ്രീമതി പ്രമിള ശശിധരൻ അവറുകൾ, അതുപോലെ തന്നെ രാഷ്ട്രീയ സ്വയം സേവന സംഘത്തിൻ്റെ ലീഡറുമായിട്ടുള്ള VK സുന്ദരൻജി, അതുപോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള സ്വാമിജിമാർ, വിഷ്ണുജി, ഭക്തജനങ്ങളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മൾ
ഗമാഗമസ്തം ഗമനാദിശൂന്യം ചിദ്രൂപദീപം തിമിരാപഹാരം പശ്യാമി തേ സർവജനാന്തരസ്ഥം നമാമി ഹംസം പരമാത്മരൂപം. ഓം ഗം ഗണപതയേ നമഃ. സം സരസ്വത്യേ നമഃ. ഓം ഗുരുഭ്യോ നമഃ. യോഗം അധ്യക്ഷൻ കൃഷ്ണാനന്ദഗിരിസ്വാമികൾ, അതുപോലെ എത്ര വലുപ്പമുണ്ടെങ്കിലും നമ്മളെല്ലാവരും രാജേട്ടൻ എന്ന് വിളിക്കുന്നതായ ആ മഹത് വ്യക്തി. ഓം ശ്രീ നാരായണീ നമഃ. ഗണപതിം പീഠത്രയം ഭൈരവം സിദ്ധൗഘം വടുകത്രയം പദയുഗം ദ്വിതീക്രമം മണ്ഡലം വീരാജഷ്ടചതുഷ്കഷഷ്ടിനവകം വീരാവലീ പഞ്ചകം ശ്രീമന്മാലിനി മന്ത്രരാജസഹിതം വന്ദേ ഗുരോർമണ്ഡലം. ഈ ധർമ്മരക്ഷാ യൂണിവേഴ്സൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ട്രസ്റ്റ് അത് ആഗോളതലത്തിൽ ജാതി, കക്ഷി, രാഷ്ട്രീയ, മത, ദേശ, ലിംഗഭേദങ്ങൾക്കതീതമായിട്ടുള്ള ഒരു ആത്മീയ, സാമൂഹ്യ, സാംസ്കാരിക കൂട്ടായ്മയ്ക്കുദൂരത്തിലേക്കുള്ള ഒരു യാത്ര ഒരു പാദത്തിൽ നിന്ന് ആരംഭിക്കുന്നു എന്ന് പറയുന്നത് പോലെ പാലക്കാട് ജില്ലയിലെ 108 അഗ്രഹാരങ്ങളിൽ ഏറ്റവും ഉന്നതമായിട്ട് നിൽക്കുന്ന നമ്മുടെ ഈ കൽപ്പാത്തി ഗ്രാമത്തിൽ നിന്നാണ് ഇതിൻ്റെ ഒരു ഭജനോത്സവം, അതിൻ്റെ ഒരു ഉദ്ഘാടനം എന്നുള്ള രീതിയിൽ നമ്മളേവരും ആരംഭം കുറിച്ചിരിക്കുന്നത്. അപ്പം ആ തുടക്കത്തെ ഏവരും ഇത് ഏതെങ്കിലും ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ വസുധൈവ കുടുംബകം, ഇതാണ് സനാതനധർമ്മം മുന്നോട്ട് വയ്ക്കുന്ന ദർശനം എന്ന് പറഞ്ഞാൽ അനുഭവം. ഏകം സത്യ വിപ്രാബഹുധാവദന്തി. ആ അനുഭവവും സർവവ്യാപ്തവുമായിരിക്കുന്ന സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന ഈശ്വരൻ ശൈവന്മാർക്ക് ശിവനായിട്ടും വൈഷ്ണവന്മാർക്ക് വിഷ്ണുവായിട്ടും ശാക്തേയന്മാർക്ക് ദേവിയായിട്ടും രാമഭക്തന്മാർക്ക് രാമനായിട്ടും കൃഷ്ണഭക്തന്മാർക്ക് കൃഷ്ണനായിട്ടും എന്ന പോലെ തന്നെ ഇസ്ലാമിക ദർശനത്തിൻ്റെ വക്താക്കൾക്ക് അല്ലാഹുവായിട്ടും നാഥ സ്വരൂപത്തിൽ സാന്നിധ്യം ചെയ്തിരിക്കുന്ന ആ മഹാദേവനും നമ്മുടെ ഗുരുപരമ്പരകളും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ടും ഈ സത്സംഗ അനുഗ്രഹ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ. ഓം സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ധർമ്മേണ മാർഗേണ മഹീഷാ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ഹരി ഓം തത്സത്. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. കൃഷ്ണാനന്ദ സ്വാമി ഇവിടെ പറയേണ്ട വിഷയത്തെക്കുറിച്ച് ഒരു നിർദ്ദേശം തന്നിരുന്നു. വളരെ നിസ്സാരമായിട്ടുള്ള ഒരു നിർദ്ദേശം എന്ന് വെച്ചാൽ ധർമ്മോ രക്ഷതി രക്ഷിതം. വളരെ ചെറിയൊരു വാചകമാണ്, പക്ഷെ പറയാൻ തുടങ്ങിയാൽ അത് എത്രയോ വലുതാവുകയെന്ന് പറയാൻ വിഷയമില്ല. സമയമാണ് ഇങ്ങനെ. അപ്പോൾ അത് വളരെ ചെറുതാക്കി പറയേണ്ടുന്ന ഒരവസ്ഥയാണ്. ഇതുവരെ പറഞ്ഞിടത്തോളം ആചാര്യന്മാരും കുമ്മനം സാറും ഒക്കെ പറഞ്ഞിട്ടുള്ളത് ഒരു ഭഗവൈതം തന്നെയാണ്. പക്ഷെ ഇതിന് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കാലയളവിൽ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം എന്ന് പറയട്ടെ. ലോകത്തിന് മുഴുവൻ നന്നാവാൻ നിർദ്ദേശം കൊടുക്കാം, പക്ഷെ അത് ഓരോരുത്തരും നന്നാവുകയാണ് വേണ്ടത്. അത് ഓരോരുത്തരും നന്നാവണമെങ്കിൽ എവിടെ നിന്ന് തുടങ്ങണം? താൻ നന്നാവാൻ തുടങ്ങണം. കൊച്ചുകുട്ടിയാവുമ്പോൾ മുതൽക്ക് അക്ഷരവും അക്കങ്ങളും പഠിപ്പിച്ചു കൊടുത്ത് സ്കൂളിൽ പഠിപ്പിക്കാൻ തുടങ്ങുന്നു. വലുതായി വലുതായി എവിടെയോ എത്തിച്ചേരുന്നു. വീഴാതെ പോയാൽ
ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ധർമ്മം എന്നുള്ളത് ആ വിദ്യാഭ്യാസമാണ്. ലക്ഷ്യം എന്താണോ അവിടേക്കുള്ള യാത്ര, അതാണ് ഈ ധർമ്മപന്ഥാവ്. ഒരു ജീവനെ സംബന്ധിച്ചിടത്തോളം, അതും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യം എന്നുള്ളത് ആത്മസാക്ഷാത്കാരം എന്ന തത്വത്തിൽ പറയുന്ന അവസ്ഥ, ഈശ്വര സാക്ഷാത്കാരം. ആ ലക്ഷ്യത്തിലേക്ക് എത്തണം എങ്കിൽ, ആത്മാനുഭവം എന്നുള്ളത് സാധിക്കണമെങ്കിൽ അതിൻ്റെ അക്ഷരാഭ്യാസം എവിടെ നിന്ന് തുടങ്ങണം? ആർക്കും ഉത്തരം വരുന്നത് കാണാനില്ല. വാക്ക് അമ്മയിൽ നിന്ന് കിട്ടുന്നു എന്നുള്ളത് ശരി. അതെപ്പോ ഏതായാലും ഒരമ്മയുടെ വാക്കിൽ നിന്നാണ് അത് വന്നതെന്ന് മനസ്സിലാക്കുന്നു, ഗർഭത്തിൽ നിന്ന് വന്നു. അതാണ് സത്യം. കാരണം ആ കുഞ്ഞിനെ ജീവനായിട്ട് ഗർഭത്തിൽ ധരിക്കുന്ന സമയം മുതൽക്ക് ആ കുഞ്ഞിനെ വളർത്തേണ്ടുന്ന ഉത്തരവാദിത്വം അമ്മയ്ക്കാണ്. എങ്ങനെ വളർത്തണം? ആരോഗ്യത്തോടു കൂടിയിട്ട് മതിയോ? ബുദ്ധി വേണ്ടേ? ഏത് വിധത്തിലുള്ള ബുദ്ധി? ദുർബുദ്ധി വേണോ, സദ്ബുദ്ധി വേണോ? ആ സദ്ബുദ്ധി എങ്ങനെയാവണം? ഇതൊക്കെ ഒന്ന് പഠിച്ചിട്ട് വേണം കേട്ടോ. എന്നിട്ട് അതിനനുസരിച്ച് ട്രെയിനിങ് കൊടുത്ത് വളർത്തിക്കൊണ്ടുവരിക. ഇതാണ് ആ കാലഘട്ടത്തിലുള്ള വളർച്ച. പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനനുസരിച്ച് നാമജപത്തോട് കൂടിയിട്ട് അതിനനുസരിച്ചിട്ടൊക്കെ ആവാം. ഇതൊക്കെ തന്നെയാണ് ധർമ്മം എന്ന് പറയുന്നത്. ധർമ്മോ രക്ഷതി രക്ഷിത. ആരാണോ ധർമ്മത്തെ കൊണ്ട് നടക്കുന്നത് ആ ആളെ ആ ധർമ്മം വേണ്ട സന്ദർഭത്തിൽ വേണ്ടതുപോലെ രക്ഷിക്കും. ഇതാണ് ആ വാക്കിനർത്ഥം. അപ്പം അങ്ങോട്ട് കൊണ്ടു നടക്കണം, ധർമ്മത്തെ കൊണ്ട് നടക്കണം, എന്നാൽ ധർമ്മം ഇങ്ങോട്ട് കൊണ്ടുവെടുക്കും. മക്കളെ വേണ്ട വിധത്തിൽ ട്രെയിനിങ് കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ധർമ്മത്തെ രക്ഷിക്കണം തോന്നുന്നുണ്ടെങ്കിൽ, ധർമ്മം രക്ഷിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പാടുക. സ്റ്റേഡിയം മൈതാനത്തിൽ വെച്ച് വലിയൊരു ഹിന്ദു മഹാസമ്മേളനം നടന്നു. എത്ര പേര് ഇതിൽ പങ്കെടുത്തു എന്ന് ഒന്ന് കൈപൊക്കിയാൽ സന്തോഷമായിരിക്കും. ഒരു 7 പേര്. ഇതാണ് ഹിന്ദുവിൻ്റെ അവസ്ഥ. പിന്നെ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകും? അത് അവരുടെ പരിപാടി, ഇത് ഇവരുടെ പരിപാടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോ കൾട്ടായി മാറിക്കഴിഞ്ഞാൽ ഇവിടെ ജനാധിപത്യ സമ്പ്രദായത്തിൽ നമുക്ക് ശക്തി. ശുക്ലാം പരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഓം അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതാ യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ബഹുമാന്യനായ രാജേട്ടൻ, പൂജ്യരായ സ്വാമിജിമാരെ, ഇവിടെ കൂടിയിരിക്കുന്ന മറ്റ് അവർക്കും എൻ്റെ നമസ്കാരം. ഞാനിവിടെ ഇങ്ങനെ നിൽക്കുന്ന പ്രതീക്ഷിച്ചിരുന്നില്ല. കൃഷ്ണാനന്ദഗിരി സ്വാമി ഒരിക്കൽ എന്നെ വിളിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, വിദേശത്തായിരുന്നു. അത് ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു. ഞാൻ ഈ ഭാഗത്തൊന്നും അധികം വന്നിട്ടില്ല. കൊല്ലംകോടാണ് ഞാൻ താമസിക്കുന്നത്. വണ്ടിത്താവളത്തെ ഒരു ആളാണ്. വണ്ടിത്താവളത്ത് നിന്ന് ഞങ്ങൾ അവിടെ നിന്ന് മാറിയിട്ട് വേറൊരു ഭാഗത്ത് താമസിക്കുന്നു. അപ്പോൾ ശ്രീ ഗുരുഭ്യോ നമഃ. ഋഷീശ്വരന്മാർക്ക് തുല്യരായിട്ടുള്ള മഹത് വ്യക്തികളുടെ കൂടെ ഈ ഒരു വേദി പങ്കിടാൻ സാധിച്ച എന്നെ ഈ ജന്മത്തിലെ സുഹൃതമായിട്ട് കണക്കാക്കുന്നു. ബഹുമാനപ്പെട്ട കുമ്മനം രാജശേഖരൻ സാർ, അതുപോലെ തന്നെ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ട വൈദ്യനാഥപുരം ഗ്രാമനിവാസികൾ, നിങ്ങളെല്ലാവരുടെയും ഒരു സ്വപ്നം കൂടിയായിരിക്കും ഈ ഒരു ഗോപാലകൃഷ്ണ ഭജന മണ്ഡലിയുടെ 2ാമത്തെ ഈ ഒരു ഭജനോത്സവം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം കൂടെയാണ്. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ വർഷം 41 ദിവസം വ്രതമെടുത്ത് ശബരിമലയിലേക്ക് പോകുന്ന വേളയിലാണ് കഴിഞ്ഞ വർഷം ഇതിൻ്റെ 1ാമത്തെ വർഷത്തിൻ്റെ തുടക്കം കുറിക്കാനും ദീപജ്വലനത്തിൽ അല്ലെങ്കിൽ ദീപം ജ്വലിപ്പിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായതും കഴിഞ്ഞ വർഷം. അതിനുശേഷം പ്രിയപ്പെട്ട രാജുവേട്ടൻ, അദ്ദേഹം എൻ്റെ ഒരു പ്രിയ ശിഷ്യൻ കൂടിയാണ്. ഈ ഒരു അവസരത്തിൽ
അത് പറയുകയാണ്. എന്തായാലും രാജുവേട്ടൻ നമുക്കറിയാം, ഒരു കുറേ ദിവസമായിട്ടുള്ള ഓട്ടത്തിലാണ്. ഇതിന്റെ പുറകെയുള്ള ഭാരവാഹികൾ എല്ലാവരും. അഗ്രേ പശ്യാമി തേജോനിബിഡനരകലായാവലീലോഭനീയം അഗ്രേ പശ്യാമി തേജോ നിബിഡനരകലാ. ഭക്ഷണശേഷം തുടങ്ങുന്നതായിരിക്കും. ബഹുമാന്യരായ ജനങ്ങൾക്കും സജ്ജനങ്ങൾക്കും നമസ്കാരം. സോപാന നൃത്തം ഒരു പുതിയ കലാരൂപം നിങ്ങളുടെ സമക്ഷം അവതരിപ്പിക്കുകയാണ്. സോപാന സംഗീതമാണ് എല്ലാവർക്കും കേട്ട് പരിചയം. അതുകൊണ്ട് തന്നെ ഇത് ഒരു പക്ഷേ സോപാന സംഗീതത്തിൻ്റെ നൃത്താവിഷ്കാരമാകാമോ എന്ന ഒരു ധാരണ ഉണ്ടാവും. എന്നതല്ല. സോപാനം എന്ന സംസ്കൃത പദത്തിൻ്റെ അർത്ഥം സമ്യക് ഉപനയതി ഇതി സോപാന, പരിപൂർണമായും സമീപം എത്തിക്കുന്നത്, ഈശ്വരന്റെ സമീപം എത്തിക്കുന്ന പടവുകൾ എന്ന അർത്ഥത്തിലാണ് ക്ഷേത്ര ശ്രീകോവിലേക്കുള്ള പടവുകൾക്ക് സോപാനം എന്ന് പറയുന്നത്. പക്ഷെ അവിടെ നിൽക്കുന്ന ഭക്തർ എത്ര പേർക്ക് ഈ സോപാനത്തിലൂടെ ചവിട്ടി ഈശ്വരന്റെ അടിയിലെത്താൻ സാധിക്കും? ഗജാനന പദ്മാർഗം ഗജാനന മഹർനിശം ഗജാനന പദ്മാർഗം ഗജാനന മഹർനിശം അനേകദന്തം അനേകദന്തം ഭക്താനാം ഏകദന്തം ഉപാസ്മഹേ ഏകദന്തം ഉപാസ്മഹേ ഏകദന്തം ഉപാസ്മഹേ പ്രണവാകാരം സിദ്ധിവിനായകം പ്രണവാകാരം സിദ്ധിവിനായകം പ്രണവാകാരം സിദ്ധിവിനായകം